വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇത് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാണ് ഫേസ് ഓവറോൾ നന്നായിട്ട്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് ഉള്ള രീതിക്കാണ്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹാക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം ഫൗണ്ടേഷന് പകരം നമ്മളിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫെയർനെസ് ക്രീം പ്ലസ് BB ക്രീമാണ്. അപ്പോൾ പോൺസിൻ്റെ BB ക്രീം പ്ലസ് ഫെയർ ലവ്ലിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഓവറോൾ ബ്ലെൻഡ് ചെയ്ത് സ്പോട്ടായിട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ട് ലൈറ്റായിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയത്തെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലറും കൂടെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രീവിയസ്ലി വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി അടുത്തത് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മേക്കപ്പിലെ ഒരു സ്റ്റെപ്പാണ് കണ്ണെഴുതുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാജൽ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്ലൂ ഹെവൻ്റെ കാജൽ സ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വളരെ അഫോർഡബിൾ ആണ്, അതും ലോങ് ലാസ്റ്റിംഗ് ആണ്. 2x ഇൻറ്റൻസീവ് കാജൽ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഷോക്കാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ഷാർപ്പനറൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കോമ്പാക്ട് പൗഡറാണ് നമ്മൾ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. കൈവച്ച് ഒരിക്കലും നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ടാൽ എന്താ പറയുക, ശരിക്കും നമ്മുടെ ആ ഒരു ഫേസിൽ നല്ലോണം ബ്ലെൻഡ് ആവണം എന്നില്ല. അപ്പോൾ എപ്പോഴും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ലോണം ടൈം എടുത്ത് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്കിന്നിൽ നന്നായിട്ട് ഓൾ ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ആ ഒരു സ്കിന്നിലേക്ക് ചേരുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ലാക്മെയുടെ ഇൻസ്റ്റാ ലൈനർ വെച്ചിട്ട് ഐസ് ഒന്ന് ഡ്രോൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ഇഷ്ടാനുസരണം, ഇപ്പോൾ തിക്കായിട്ട് എഴുതേണ്ട ആൾക്കാരാണെങ്കിൽ അതേപോലെ, തിന്നാണെങ്കിൽ തിന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ട് തിക്ക് ആ ഒരു രൂപേണ അല്ല എഴുതിയിട്ടുള്ളത്, കുറച്ചൊരു തിന്നായിട്ടുള്ള രീതിക്കാണ്. പിന്നെ നമ്മുടെ മസ്കാരയാണ്. മസ്കാര നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ ഒരു ഐലാഷസിൻ്റെ വോളിയൂംസൊക്കെ ഒന്ന് ഫേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വോളിയൂംസൊക്കെ ഒന്ന് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു മസ്കാര വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ ഐബ്രോസിൽ ഒന്ന് ഡ്രോൺ ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റീടച്ച് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ട് റീടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഡ്രോൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ഫിനിഷ് ലൈനിങ് കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ ഐഷാഡോ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് 01 പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് പിങ്ക് ഷിമ്മറിങ് പ്ലസ് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ രണ്ട് കളറും കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ എൻ്റെ ഐസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് ചേരുന്ന രീതിക്കാണ് ഇന്ന് നമ്മൾ ഐഷാഡോസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിപ് ബാം നമ്മൾ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം മോയ്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മേബിലിൻ്റെ ലിപ് ബാമാണ്. നെക്സ്റ്റ് നമ്മൾ ലിപ് ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഡ്രോൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഷെയ്ഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡ് തന്നെയാണ്. അതായത് ഫ്രൂട്ട് പഞ്ച് 04ഉം ദെൻ പിങ്ക് ക്രഷ് 10. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡ്രോൺ ചെയ്യുന്നത് നമ്മുടെ പിങ്ക് ക്രഷ് 10 എന്ന് പറഞ്ഞ ആ ഒരു ഷെയ്ഡാണ്. അതിനുശേഷം നമ്മുടെ ഫ്രൂട്ട് പഞ്ച് 04 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഷെയ്ഡും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം എനിക്ക് എക്സാക്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ കളറ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഷെയ്ഡും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ആക്ച്വലി സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്. അപ്പം കുറച്ച് എന്താ പറയുക, ഗ്ലോസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രീവിയസ്ലി ലിപ് ബാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആ ഒരു മാറ്റിൽ നിന്ന് വിട്ട് നിന്നിട്ട് എന്നാൽ കുറച്ച് മാറ്റും ആ ഒരു ഗ്ലോസി ഫീല് കിട്ടും. അപ്പോൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ലിപ്പിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളറ് എക്സാക്ട്ലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ലിപ്പ് ലൈനർ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ മാക്സിമം നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ റീടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു ഗ്ലോയിങ് ആ ഒരു ലുക്കും കാര്യങ്ങളും നമ്മുടെ ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രൂപേണ നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസ് ഓവറോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്രഷ് വെച്ചിട്ട്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബ്ലഷ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ നോസിൻ്റെ ഏരിയയും ചീക്കിലും ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. എന്നാൽ നമുക്ക് നല്ലൊരു ഫെയർനെസ് ലുക്ക് തരുന്നുണ്ട്. അതേസമയം ഒരുപാട് ഓവർ ആയിട്ടുള്ള ആ ഒരു ലുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു മീഡിയം കവറേജാണ് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്